അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പാരൻറ്റിങ്ങിനെ കുറിച്ച്, പിന്നെ ഇസ്ലാമികമായിട്ട് ഈ കാലഘട്ടത്തിൽ മക്കളെ വളർത്തുന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിൽ എല്ലാ സന്ദർഭത്തിനും അനുയോജ്യമായ എല്ലാ മക്കൾക്കും ഇന്ന് എന്ന് പറഞ്ഞൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം യഥാർത്ഥത്തിൽ പാരൻറ്റിങ്ങിലില്ല. പിന്നെ എനിക്ക് എൻ്റെ പഠനത്തിലും എൻ്റെ അനുഭവത്തിലും അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുക. നിങ്ങൾ നിങ്ങളേതായ ജീവിതത്തിൽ നിങ്ങളേതായ മക്കളുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ ആലോചിച്ചിട്ട് നിങ്ങളേതായ ഒരു രീതി കണ്ടെത്തുകയാണ് വേണ്ടത്. പാരൻറ്റിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരു മേഖലയാണ്. അതിൽ ഒരു സംശയമില്ല. നമ്മൾ ഉപ്പയും ഉമ്മയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ധാരാളം ശ്രദ്ധ ചെലുത്തുന്ന ഒരു മേഖലയാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നതിൻ്റെ ഒരു അടിസ്ഥാനം പലപ്പോഴും വൈകാരികതയാണ്. എന്ന് വെച്ചാൽ നമുക്ക് അവരോടുള്ളൊരു സ്നേഹം, മക്കളോടുള്ളൊരു സ്നേഹത്തിൽ നിന്നും വളരെ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ശ്രദ്ധ ചെലുത്തലാണ്. രണ്ടാമത് നമ്മുടെ വലിയ ആഗ്രഹങ്ങളിൽ നിന്നാണ് നമ്മൾ പാരൻറ്റിങ്ങിലുള്ള നമ്മുടെ ശ്രദ്ധ വരിക. നമ്മൾ മക്കൾ അങ്ങനെ ആവണം, ഇങ്ങനെ ആകണം എന്നുള്ളത്. എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഞാൻ നാളെ എൻ്റെ മകനെ ഒരു നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക, നാളെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയുമോ, എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. നമ്മൾ യഥാർത്ഥത്തിൽ വളരെ സ്വാഭാവികമായി രക്ഷിതാക്കളാകുന്നവരാണ്. എന്ന് വെച്ചാൽ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് ജനിക്കുന്നതിലോടുകൂടി ഒരു ഉപ്പയും ഉമ്മയും വളരെ സ്വാഭാവികമായിട്ട് ജനിക്കുകയാണ്. നമ്മളതിന് വലിയ കോഴ്സൊക്കെ ചെയ്ത് ആലോചിച്ചു അങ്ങനെ സീരിയസ് ആയിട്ട് തുടങ്ങുന്ന ഒരു സംഭവമല്ല. നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് രക്ഷിതാക്കളാകുകയാണ് ചെയ്യുന്നത്. ഈ സാധാരണഗതിയിൽ ഇത് ഓക്കെയാണ്. കാരണം എല്ലാവരും ഇപ്പം ഭയങ്കര കോഴ്സൊക്കെ ചെയ്ത് പാരൻറ്റിങ് കോഴ്സൊക്കെ ചെയ്തിട്ട് പാരൻറ്റിങ് ചെയ്യാൻ കഴിയില്ല. സാധാരണഗതിയിൽ ഇത് ഓക്കെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ നന്നാവുകയോ ചീത്തയാവുകയോ ചെയ്യുന്നത് പൂർണ്ണമായും പാരൻറ്റിങ് കൊണ്ടല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. കുറേ സ്ട്രെസ്സ് നമ്മളെ മനസ്സിൽ നിന്നും ഇത് കൃത്യമായ ഇതാകും. ഒരു കുട്ടി നന്നാവുന്നതോ ചീത്തയാവുന്നതോ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതിൻ്റെ രക്ഷിതാക്കളോടത്തല്ല. എന്ന് വെച്ചാൽ പാരൻറ്റിങ് കൊണ്ടല്ല, പല കാരണങ്ങൾ കൊണ്ടാണ്. അവൻ ഇടപെടുന്ന കൂട്ടുകാർ, അവൻ ഇടപെടുന്ന മേഖലകൾ, സമൂഹം, പല കാര്യങ്ങൾ ഇതിന് ഫാക്ടർ. ഒരാൾ എങ്ങനെ ആയിത്തീരുന്നു എന്നുള്ളത്. അപ്പോൾ സമൂഹം വലിയ ഘടകമാണ്. അപ്പോൾ സാധാരണ പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൾ നന്നായാലും ഇല്ലെങ്കിലും, നല്ല പാരൻസ് ആണെങ്കിലും ഇല്ലെങ്കിലും, നല്ലൊരു സാമൂഹിക ചുറ്റുപാട് ചുറ്റിലും ഉണ്ടെങ്കിൽ വളരെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളിനി എന്തൊക്കെ ചെയ്താലും ഇല്ലെങ്കിലും ഒരു നല്ല കുട്ടിയായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു വേർഡാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള സമൂഹം വലിയ മാറ്റത്തിലാണ്. എന്ന് വെച്ചാൽ ഓരോ ദിവസവും വലിയ മാറ്റത്തിലേക്ക് നമ്മൾ ഒരു 10-15 വർഷം മുന്നേ കമ്പയർ ചെയ്യുന്നതിൽ നിന്നും വലിയ മാറ്റത്തിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പാരൻറ്റിങ് എന്നുള്ളത് വളരെ സ്വാഭാവികമായി ചെയ്താൽ മതിയാകാതെ വരും. എങ്ങനെ ചെയ്യണം എന്നുള്ളതും ചിന്ത ആവശ്യം വരും. നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ബോധപൂർവം ചില മാറ്റങ്ങൾ വരേണ്ടി വരും. വളരെ സ്വാഭാവികമായിട്ട് നന്നായിക്കൊള്ളും എന്ന് വെച്ചുകൊണ്ട് വിട്ടാൽ ചിലപ്പം അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു സാമൂഹിക ചുറ്റുപാടുന്നുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം. എല്ലാവരും എക്സ്പേർട്ട് ആകണ്ട. ഇത് ഇങ്ങനത്തെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഒരു പ്രശ്നം ഇതാണ്. നമ്മൾ പാരൻറ്റിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെ നല്ല കുട്ടികളെ വളർത്താം എന്നതിൻ്റെ ക്ലാസ് എടുക്കുമ്പം ഭയങ്കര എക്സ്പേർട്ട് ആകുകയല്ല വേണ്ടത്. നമ്മൾ നമ്മളേതായ ഒരു ഉപ്പ രീതി ഡെവലപ്പ് ചെയ്തുണ്ടാക്കിയാൽ മതി. നമ്മൾ നമ്മളേതായ ഒരു ഉമ്മ രീതി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. സ്വാഭാവിക പാരൻറ്റിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കാതെ റിയാക്റ്റീവായിട്ട്. അപ്പം മക്കൾ ഇങ്ങനെ പെരുമാറുമ്പോൾ നമ്മൾ ഇങ്ങനെ പെരുമാറുന്നു. ആ റിയാക്റ്റീവ് പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കാലത്തുമുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുറവുകൾ ആ പാരൻറ്റിങ്ങിന് വരും.
നമ്മൾ ചിന്തിച്ചിട്ട് ബോധപൂർവം ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഭയങ്കര ദേഷ്യക്കാരനായ ഒരാളാണെങ്കിൽ, നമ്മൾ ഭയങ്കര ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, നമ്മൾ ഭയങ്കര നാണക്കാരനായ ഒരാളാണെങ്കിൽ, നമ്മളെ എല്ലാ കുറവുകളും എന്ത് ചെയ്യും? ആ പാരന്റിങ്ങിൽ പ്രതിഫലിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ബോധപൂർവം ചിന്തിച്ചിട്ടില്ല. ഇത് എല്ലാ കാലത്തും എന്താണ്? അപ്ലിക്കബിൾ ആണ്. എന്ന് മാത്രമല്ല, ബോധപൂർവമായ പാരന്റിങ് എന്ന് പറയുന്നത് ഇസ്ലാമികമായിട്ട് തന്നെ വലിയ ആവശ്യമാണ്. നമ്മളെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ട് അള്ളാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ, നിങ്ങളെ നരകത്തിൽ നിന്നും രക്ഷിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ അഹ്ലിനെ, നിങ്ങളെ കുടുംബത്തിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. നാളെ അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ബോധപൂർവമായിട്ടുള്ള ഒരു പാരന്റിങ് ഉണ്ടാകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഞാൻ മൂന്ന് ഭാഗമായിട്ടാണ് ക്ലാസ് പറയണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഒരു സ്പെഷ്യാലിറ്റി, സവിശേഷത എന്താണ്, അവർക്ക് വന്ന മാറ്റം, അവരുടെ ഒരു സവിശേഷത എന്താണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, നമുക്ക് സ്വാഭാവികമായിട്ട് ഇസ്ലാമികമായിട്ടും എല്ലാം ജീവിതത്തെക്കുറിച്ച് ഉണ്ടാവേണ്ടുന്ന കുറച്ച് തിരിച്ചറിവുകൾ. മൂന്നാമത്, നമ്മൾ പാരന്റിങ് എന്ന അർത്ഥത്തിൽ ചെയ്യേണ്ടുന്ന കുറച്ച് സ്റ്റെപ്പുകൾ. ഇങ്ങനെ മൂന്ന് ഭാഗമായിട്ടാണ് പറയുക. അതിൽ ആദ്യത്തേത്, ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ പ്രത്യേകത എന്താണ്? ഇതിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പഠനത്തിൽ നിന്നും എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അവർ ഹൈലി കണക്റ്റഡ് ആണ്. ഇതാണ് ഈ കാലഘട്ടത്തിലെ കുട്ടികളിലുള്ള വലിയ മാറ്റങ്ങളിൽ ഒന്ന്. ഹൈലി കണക്റ്റഡ് ആണ്. ഹൈലി കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് അറിവ് കൊടുത്തിട്ടില്ലെങ്കിലും അറിവ് കിട്ടാനുള്ള ധാരാളം സാധ്യതകൾ അവരുടെ മുന്നിലുള്ള ഒരു കാലഘട്ടമാണ്. ധാരാളം പേരുമായിട്ട് അവർ കണക്റ്റഡ് ആണ്. ആ കണക്ഷൻ വളരെ സ്പീഡിലുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയോ പോയിട്ട് ഒരാളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഫോൺ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധം വെക്കാൻ കഴിയുന്ന വളരെ ഹൈലി കണക്റ്റഡ് ആണ് ഈ കാലഘട്ടത്തിലെ കുട്ടികൾ എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ സവിശേഷത. ഞാൻ ഈ ഓരോ സവിശേഷത പറയുമ്പോഴും നമ്മുടെ മക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവരെ സ്വഭാവത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇതിനെ കേൾക്കേണ്ടത്. രണ്ടാമത്, അവരങ്ങേയറ്റം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് പണ്ടും ആഗ്രഹിക്കുന്നുണ്ട്, മോശം കാര്യമൊന്നുമല്ല. ഞാൻ ഈ പറയുന്നതൊന്നും മോശമല്ല, ഞാൻ പറയുന്നതൊക്കെ സവിശേഷതകളാണ്. ഈ കാലഘട്ടത്തിൽ ഇതൊന്നും മോശം കാര്യമല്ല. അങ്ങേയറ്റത്തെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. പല കാര്യം കൊണ്ടാണ്. ഒന്ന്, ഈ കാലഘട്ടത്തിൽ നമ്മൾ ലിബറലിസം എന്നൊക്കെ പറയുന്ന രീതിയിൽ ആൾക്കാർ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സിനിമകളും പരസ്യങ്ങളും നാടകങ്ങളും കൂട്ടുകാരും പിന്നെ ഓരോന്നും കാർട്ടൂൺ അടക്കം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മക്കൾ സ്വാഭാവികമായിട്ടും അവരെ ക്യാരക്ടറിലുള്ള ഒരു സാധനം അവരങ്ങേയറ്റം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പോസിറ്റീവും നെഗറ്റീവുമാണ്. പോസിറ്റീവ് നമുക്കറിയാം, ഇസ്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നുണ്ട്. നെഗറ്റീവിൽ വശമാണ് നമ്മൾ കാണുന്ന പല രീതിയിലുള്ള, ഇപ്പം എൻ്റെ മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു ഇതാണ്. എന്ന് വെച്ചാൽ, എനിക്ക് പ്രസവിക്കണം എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾ തീരുമാനിക്കേണ്ടല്ല, ഞാനാണ് തീരുമാനിക്കേണ്ടതെന്നുള്ളത് സ്വാതന്ത്ര്യത്തിൻ്റെ ഭയങ്കര സ്വാർത്ഥമായിട്ടുള്ള ഒരു ഭാഗമാണ്. അതേസമയം അതിൻ്റെ പോസിറ്റീവ് വശമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ അവരുടെ സവിശേഷത എന്ന് പറയുന്നത് അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളെ മക്കളെ കുറിച്ച് ചിന്തിച്ചാൽ മതി, ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ചിന്തിച്ചാൽ മതി. മൂന്നാമത്, ഇതിനോടനുബന്ധിച്ച് തന്നെ ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്നത്, സ്വാർത്ഥത എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെ തന്നെ മക്കളുടെ സ്വഭാവത്തിൽ വരുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല ആഗ്രഹങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത് ഉമ്മാക്കും ഉപ്പാക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉസ്താദിനും പിന്നെ ജ്യേഷ്ഠനും പല ആൾക്കാർക്കും വേണ്ടിയിട്ട് നമ്മളുടെ പല സ്വാതന്ത്ര്യങ്ങളും വേണ്ട എന്ന് വെക്കാറുണ്ട്. ഇൻഡിവിജ്വലിസത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ റൈറ്റ്, എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഞാൻ വേറെ ആർക്കും വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നത് ഭയങ്കര വേറൊരു വശമാണ്. നിങ്ങൾ പലപ്പോഴും പല വാദങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ ഇത് കാണാൻ പറ്റും. കല്യാണത്തെക്കുറിച്ചുള്ള ഒരു ഭാഗം, പലപ്പോഴും കല്യാണത്തെക്കുറിച്ച് എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളതിന് തയ്യാറായത് നമ്മൾ പലർക്കും വേണ്ടിയിട്ട് വേണ്ട എന്ന് വെക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പക്ഷേ ഈ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെ തന്നെ ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ വ്യക്തികളുടെ കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ്. നാലാമത്, ഭയങ്കര ഓട്ടോണോമസ് ആകണം എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഒരു ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത്. എൻ്റെ ജോലി, ഞാൻ ജോലി ചെയ്ത് എൻ്റെ സമ്പത്ത്, എൻ്റെ പൈസ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ വ്യക്തികളുടെ ഒരു സ്വാഭാവികതയാണ്.
അഞ്ചാമത് യുക്തി എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ, ഇത് പണ്ടും യുക്തി പല അളവിലുണ്ടായിരുന്നു, പക്ഷെ ഈ കാലഘട്ടത്തിൽ യുക്തി എന്നുള്ളത് എന്തിനാണ് ഞാനൊരു കാര്യം ചെയ്യുന്നത് എന്നുള്ളത്, എന്തിനാണ് ഞാൻ നമസ്കരിക്കുന്നത്, എന്തിനാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്, എന്തിനാണ് ഞാൻ പ്രസവിക്കുന്നത്, എന്തിനാണ് വൈ എന്നുള്ളതിന് ഉത്തരം എന്ത് ചെയ്യുന്നുണ്ട്, റാഷണല് ഭയങ്കരമായിട്ട് യുക്തി എന്ത് ചെയ്യുന്നുണ്ട് അവരെ ക്യാരക്ടറിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ അവരോട് സംസാരിക്കുമ്പം നമുക്ക് മനസ്സിലാവും. ആറാമത് അവരുടെ സ്വത്വത്തെക്കുറിച്ച് ഈ കാലഘട്ടത്തിലെ കുട്ടികളും വ്യക്തികളും ഭയങ്കര അവെയറാണ്. ഐഡന്റിറ്റിയെ കുറിച്ച് പെണ്ണ് എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് പെണ്ണ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സ്വാഭാവികമായിട്ട് സംസാരത്തിന്റെ ഇടയിൽ അവരെ അവഗണിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സംസാരിച്ചിട്ട് പോകാമായിരുന്നു. ഇന്ന് അങ്ങനെ കഴിയില്ല. ദലിത് എന്നുള്ളത് എൻ്റെ ഒരു അവകാശം, പെണ്ണ് എന്നുള്ളത് ഞാൻ ഒരു ഐഡന്റിറ്റി, എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷയമായിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു, ഫീൽ ചെയ്യുന്നു. അപ്പൊ കുട്ടികളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഐഡന്റിറ്റി, ഞാൻ എന്ന ആണാണെങ്കിൽ ആണെന്ന ഐഡന്റിറ്റി, സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന ഐഡന്റിറ്റി, ഒരു ദേശക്കാരനാണെങ്കിൽ ദേശക്കാരൻ എന്ന ഐഡന്റിറ്റി, ഒരു കൈയില്ലാത്ത അംഗമില്ലാത്ത ആളാണെങ്കിൽ പണ്ട് കാലത്ത് ചുളിഞ്ഞു പോയിരുന്നു, അങ്ങനെയല്ല, ഞാൻ വികലാംഗനാണെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി. എല്ലാവരും വ്യക്തികൾ ഐഡന്റിറ്റിയെ കുറിച്ച് ഭയങ്കര ബോധപൂർവമാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഒരു തരത്തിലുള്ള ദേഷ്യവും അമർഷവും കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഫെമിനിസത്തെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് റൂട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെണ്ണെന്ന സ്വത്വത്തിനെ അപ്പുറത്ത് നിന്ന് അറ്റാക്ക് ചെയ്യുന്ന ആരാണ്? സ്വാഭാവികമായിട്ടും ആണാണ്. അപ്പൊ അതിനോടുള്ള എൻ്റെ സ്വത്വം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെതിരെ പ്രവർത്തിക്കുന്ന എന്തിനോടുമുള്ളൊരു ദേഷ്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഏഴാമത് സമത്വം, ഈക്വാലിറ്റി ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ആൺകുട്ടിക്ക് ഒരധികം മീൻ പൊരിച്ച കൊടുക്കുക എന്നുള്ളത് വലിയ വിഷയമായിട്ട് ഇന്ന് എന്തുകൊണ്ട് എനിക്ക് അത് കിട്ടുന്നില്ല എന്ന് സമത്വം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഞാനെല്ലാം ഒരു പെണ്ണിന്റെ ആംഗിൾ എന്ന് പറയുന്നത് അവരിത് അനുഭവിക്കുന്നത് കൊണ്ടാണ്. പല രീതിയിലുള്ള സമത്വം എന്ന് പറയുന്നത്, സമത്വം ഒരു പോസിറ്റീവായിട്ടുള്ള സാധനമാണ്. എന്ന് വെച്ചാൽ എനിക്കും അതേപോലെ ആകണം എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള സാധനമാണ്. പക്ഷെ കുടുംബത്തിൽ ഇസ്ലാം സമത്വത്തെക്കാൾ നീതിയെ കുറിച്ചാണ് പറയുന്നത്. കാരണം എന്താണ്, സമത്വത്തിന്റെ ഒരു നെഗറ്റീവ് ആംഗിൾ എന്താണ് നിങ്ങൾ അറിയുന്നത്? ഇപ്പം ആണിനെ പോലെ വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സമത്വവാദമാണ്. കാരണം സമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് എൻ്റെ റൈറ്റ് കിട്ടുക എന്നുള്ളതാണ് ശരിക്കും വേണ്ടത്, അല്ലാതെ അവനെ പോലെ ആകുക എന്നുള്ളതല്ല വേണ്ടത്. അപ്പം ഈ പിന്നെ ഏഴാമത്തെ ഒരു ക്യാരക്ടർ സമത്വം ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട്. എട്ടാമത് എല്ലാതരം വ്യത്യസ്തതകളെയും വൈവിധ്യങ്ങളെയും അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ളൊരു ജനറേഷനാണ് ഇത്. ഡൈവേഴ്സിറ്റി പണ്ടത്തെ മാതിരിയല്ല, ഡൈവേഴ്സിറ്റി ഉണ്ട് എന്ന് അവർക്ക് ബോധമുണ്ട്, ഡൈവേഴ്സിറ്റിയെ അവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഡൈവേഴ്സിറ്റി നമ്മളിങ്ങനെ ഭയങ്കര ഇങ്ങനെ മാത്രം ഇസ്ലാം ഇങ്ങനെ ഇത് മാത്രം എന്നൊന്നും പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത പലതരത്തിലുള്ള പലതരം ആൾക്കാരുണ്ട് എന്ന് അംഗീകരിക്കുകയും അവരുടെ നിലനിൽപ്പിന് വേണ്ടി വാദിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ വ്യക്തികളുടെ ഒരു സ്വഭാവമാണ്. ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ഈ ക്ലാസ്സിന് പിന്നെ നമ്മളുടെ ഒരു ചിന്തക്ക് വേണ്ടിയിട്ടുള്ള അവസാനം, വേറെയും കുറേ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. ഭയങ്കര സംസാരിക്കാൻ ബ്രേവ് ടു സ്പീക്ക് അപ്പ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഇൻഡിവിജ്വൽസിന്റെ കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ്. പണ്ട് പോലെ പിന്നെ നമുക്ക് പലതരം ചോദ്യങ്ങൾ പണ്ടും ഉണ്ടായിരുന്നു, ഇതൊന്നും പുതിയ കാര്യമല്ല. പക്ഷെ ചോദിക്കാനുള്ളൊരു മടിയുണ്ടല്ലോ, തുറന്ന് പറയുക എന്നുള്ളത്. ഈ കാലഘട്ടത്തിലെ കുട്ടികളെ നിങ്ങൾ നോക്കിയാൽ, ഇൻഡിവിജ്വൽസിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തുറന്നു പറയാൻ ധൈര്യമുള്ളവർ ആണെന്നുള്ളതാണ്. ആൾക്കാരോട് നിങ്ങളൊരു സദസ്സിൽ കുറേ ഗസ്റ്റുകളൊക്കെ വന്നാലും അവരുടെ ആവശ്യം എന്ത് ചെയ്യും, തുറന്നു പറയും. എനിക്ക് ഇന്നത് ആവശ്യമാണ് എന്ന് തുറന്നു പറയാനുള്ളത്. ഇത്രയും ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഇത്രയും ഈ കാലഘട്ടത്തിലെ വ്യക്തികളുടെ സവിശേഷതയാണ്. ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ അവരെ ഡീൽ ചെയ്യുമ്പം ഇതുകൂടെ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം, ഉണ്ടാകണം, അല്ലെങ്കിൽ ഭയങ്കര കോൺഫ്ലിക്റ്റിലേക്ക് വരും. ഇതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്, നമ്മൾ പാരന്റിങ് ചെയ്യുമ്പം, നമ്മൾ കുട്ടികളെ വളർത്താൻ ശ്രമിക്കുമ്പം, കുട്ടികളെ നല്ല കുട്ടികളാക്കാൻ ശ്രമിക്കുമ്പം നമുക്ക് ഉണ്ടാവേണ്ടുന്ന ചില തിരിച്ചറിവുകളുണ്ട്. ഇത് ഇസ്ലാം തന്നെ തരുന്ന തിരിച്ചറിവാണ്, പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന തിരിച്ചറിവാണ്. അതിലൊന്നാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത്, ഓരോ മക്കളും വ്യക്തികളാണ്. അവർക്ക് അവരുടേതായ പരീക്ഷണമുണ്ട്, അവർക്ക് അവരുടേതായ ഒരു ബന്ധം അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്. അള്ളാഹുവും അവരും തമ്മിൽ ഒരു പരീക്ഷണ ഘട്ടം നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട, അള്ളാഹ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്.
എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും, നമ്മളിനി എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും അവർക്ക് അവരുടെ ജീവിത പരീക്ഷണ ഘട്ടമുണ്ട്. അതിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, പരാജയപ്പെടും, ചിലപ്പോൾ അവർ വേറെ രീതിയിലേക്ക് പോകും. ഇത് അവരുടെ ഒരു ജീവിതം കൂടിയാണ്. നമ്മളുടെ പാരന്റിങ് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. അവരെന്ന വ്യക്തി, അള്ളാഹുവിന്റെ അടിമ, അള്ളാഹിന്റെ സൃഷ്ടിപ്പ്, അവർക്ക് ജീവിതത്തിൽ പല രീതിയിലുള്ള പരീക്ഷണം അള്ളാഹ് തന്നെ എന്ത് ചെയ്യും, ഇട്ടുകൊടുക്കും. നമ്മളിനി എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് പറയുമ്പോൾ നമുക്ക് എന്നാലും അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണ്, അവർ വ്യക്തികളാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ധാരാളം സ്ട്രെസ് നമ്മുടെ ഉള്ളിൽ നിന്ന്, സ്ട്രെസ് എന്താ വിജയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ് നെഗറ്റീവ് പാരന്റിങ് ഉണ്ടാക്കും. നെഗറ്റീവ് എനർജി ഉണ്ടാക്കുമ്പോൾ നമ്മളിൽ ദേഷ്യം വരും, നമ്മളിൽ ഭയങ്കര നിസ്സഹായത വരും, പ്രതീക്ഷ കെടും. അവർ തന്നെ ഒരു വ്യക്തിയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാക്സിമം അവർക്കൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കലാണ്, നമ്മളാൽ കഴിയുന്നതാണ്. ബാക്കി അവരും അള്ളാഹും തമ്മിലുള്ള ഒരു പരീക്ഷണമാണ് നടക്കുന്നത് എന്ന തിരിച്ചറിവ് എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം പൂർണ്ണമായും അവർ നന്നാകുന്നതും ചീത്തയാകുന്നതും പാരന്റിങ് കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി നന്നായി കഴിഞ്ഞാൽ അത് പാരന്റിങ് കൊണ്ടാണ് എന്ന് പറയും. അപ്പൊ ചീത്തയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പറയുന്നത് എന്താണ്, ചീത്തയായി കഴിഞ്ഞാൽ അത് പാരന്റിങ്. അങ്ങനെയല്ല, ഒരു കുട്ടി നന്നാവുന്നതും പൂർണ്ണമായിട്ടും എന്തുകൊണ്ടല്ല, പാരന്റിങ് കൊണ്ടല്ല. നിങ്ങൾക്ക് ഖുറാനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇസ്ലാമിന്റെ ബേസിക് പാഠങ്ങളാണ്. ഖുറാനിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഉദാഹരണങ്ങൾ അള്ളാഹ് തന്നെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അത്രയൊന്നും നമ്മൾ വരൂല്ലോ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അത്രയൊന്നും നമ്മൾ വരൂല. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഖുർആന്റെ പാഠമാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാം എന്ന പ്രവാചകന്റെ മകൻ എന്ത് ചെയ്യാണ്, അത്രയും അദ്ദേഹം അതിന്റെ ഏറ്റവും അവസാന ഘട്ടം വരെ പോയിട്ടും അള്ളാഹ് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ തിരുത്തുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഉപ്പയും തമ്മിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഉപ്പ ചീത്തയായിട്ടും മകൻ നന്നാകുകയാണ്, മകൻ നന്നാകുകയാണ്. അപ്പൊ എവിടെയാണ് അവിടെ പാരന്റിങ്ങിന്റെ റോള് നമ്മൾ കാണുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അബൂ താലിബിനെയും കുറിച്ച് ആലോചിച്ച് നോക്കുക. നേരെ ഓപ്പോസിറ്റ് ആണ്. അബൂ താലിബിന്റെ ശിക്ഷണത്തിൽ വളർന്നിട്ടും അബൂ താലിബിനെ നന്നാക്കാൻ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ശ്രമിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് പിക്ചറാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാമും മക്കളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവേണ്ടുന്ന ബേസിക് തിരിച്ചറിവ്, മക്കൾ വ്യക്തികളാണ്, അവരുടേതായ ഒരു പരീക്ഷണം കൂടി അവരുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്ന് അവർക്ക് ക്ലിയർ ആക്കി കൊടുക്കാനാണ് കഴിയുക. ഇനി ഇത് വരുന്ന പാഠം എന്താണ്? നമ്മൾ ഓവർ സ്ട്രെസ് ആവേണ്ടതില്ല എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് ഉണ്ടാവേണ്ടുന്ന തിരിച്ചറിവ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അള്ളാന്റെ ഖദറിൽ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പാരന്റിങ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ മോശമാണ് എന്നൊരു കുട്ടിയെ കരുതിയാലും ചിലപ്പോൾ അവൻ സമൂഹത്തിന് ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു നല്ലവനായിട്ട് ചിലപ്പം അവൻ വളരും. നമ്മൾ ജഡ്ജ് ചെയ്ത് കൺക്ലൂഡ് ചെയ്ത് ഫൈനൽ സൈൻ ചെയ്തിട്ട് ഇടാൻ ഒരു ജീവിതത്തെക്കുറിച്ചും നമുക്ക് കഴിയില്ല. അള്ളാഹുവിൻ്റെ ഖദറിൽ തന്നെ അവൻ്റെ ജീവിതത്തിന് പലതരം ഘട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് എന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മളെ എന്നെ കൂട്ടുകാരെ കുറിച്ച് ആലോചിച്ചാൽ, നമ്മളെ തന്നെ ആലോചിച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആകും എന്ന് നമ്മൾ കരുതും. നമ്മളെയൊക്കെ ഒരു ജീവിതവും നമ്മളെയൊക്കെ വളർച്ചയും നമ്മുടെയൊക്കെ കോളേജിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. നമ്മളെ എന്തൊക്കെ തട്ടിത്തേർന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ആയത്. അപ്പൊ ഓരോ വ്യക്തികളും അവർക്ക് അവരുടേതായ ഒരു വഴിയുണ്ട്. ഇത് ഖുർആന് അള്ളാഹു പഠിപ്പിക്കുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അള്ളാഹു പഠിപ്പിക്കുന്നിടത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചെറുപ്പം മുതൽ അള്ളാഹ് ഇങ്ങനെ വിവരിച്ചു വരുന്ന ഒരു രംഗമുണ്ട് സൂറ താഹയില്. അത് ആദ്യം അള്ളാഹു പറയുന്നത് പിന്നെ ആ കുട്ടിയെ ഒരു പെട്ടിയിലിട്ട് നദിയിൽ ഒഴുക്കാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കുട്ടിയെ സ്വന്തം ഉമ്മയില്ല ഉപ്പയില്ലാതെ നദിയിൽ ഒഴുക്കി കളയാനാണ് അള്ളാഹു ആദ്യം പറയുന്നത്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി പാരന്റിംഗ് പോവാണ്. നമ്മൾ ഇപ്പം അത് നോക്കിക്കാണുകയാണെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാം എന്ന പ്രവാചകൻ, ഭയങ്കര മഹാനായ പ്രവാചകൻ എന്ന് വെച്ച് നോക്കുമ്പം നമുക്ക് ഭയങ്കര സംഭവം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ചെറുപ്പകാലം അദ്ദേഹത്തെ ഒഴുക്കി വിടാനാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് വലി തുസ്ന അലാ ഐനി എന്നാണ്. എൻ്റെ നോട്ടത്തിലായിക്കൊണ്ട് നീ വളർത്തിയെടുക്കപ്പെടാൻ വേണ്ടി എന്നാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്. എന്ന് വെച്ചാൽ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വെച്ചിട്ട് നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുക. ആ ഒരു ഘട്ടം നമ്മൾ ജഡ്ജ് ചെയ്യുക എന്തായിരിക്കും? പൂർണ്ണമായിട്ടും ആ കുട്ടി പരാജയപ്പെട്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു പോകും എന്ന് ജഡ്ജ് ചെയ്യുന്ന അടുത്ത് നിന്ന് അള്ളാഹ് എന്താ പറയുന്നത്? എൻ്റെ മേൽനോട്ടത്തിൽ അവനെ ഞാൻ വളർത്തിയെടുത്തു എന്നാണ്. അപ്പൊ അള്ളാഹ്ക്ക് എന്തുണ്ട്? അള്ളാഹിൻ്റെതായ ഒരു ഖദറുണ്ട്. ഓരോ കുട്ടികൾക്കും എന്തുണ്ട്? ഈ ഖദറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ന വിജയിച്ച പ്രവാചകനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്.
യൂസുഫ് നബി അലൈഹി സ്വലാം ഒരു പൊട്ടക്കിണറ്റിൽ വീണ് പോയ ഒരു ചെറിയ കുട്ടിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യൂല ഒരു മൊത്തം രാജ്യം ഭരിക്കുന്ന അത്രയും വലിയൊരു പ്രവാചകനായിട്ട് ആ കുട്ടി മാറും എന്നുള്ളത്. അപ്പൊ ഇതെന്താണ്, ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഒരു കുട്ടിയും നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ജഡ്ജ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യരുത് എന്നുള്ളത് രണ്ടാമത്തെ ഒരു തിരിച്ചറിവാണ്. മൂന്നാമത്, മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവ സവിശേഷതകൾ എപ്പോഴും, പ്രവണതകൾ എപ്പോഴും ഒന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പം എന്തോ ഒരു പുതിയ സാധനം കുട്ടികളുടെ ഉള്ളിൽ വന്നതൊന്നുമല്ല. ഈ പ്രവണതകളൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. എപ്പോഴാണ് ഇത് പുറത്തു വരിക? സമൂഹത്തിന്റെ സാഹചര്യം അനുസരിച്ചിട്ടാണ് ഓരോ പ്രവണതകൾ പുറത്തു വരിക. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഖത്തറിൽ പ്രതികരിക്കുന്ന പോലെയല്ല ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ പ്രതികരിക്കുക. നമ്മൾ ഇന്ത്യയിൽ ഇറങ്ങിയിട്ട്, എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ആദ്യം നമ്മളെ മൊത്തം ഭാവമൊക്കെ മാറും. നമ്മളൊക്കെ ആകെ കൂടെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ വേറെ തന്നെ ഒരു പ്രതികരണമായിരിക്കും. അവിടെയൊക്കെ പേപ്പറൊക്കെ ഇട്ട് ആകെ കൂടെ നമ്മൾ എവിടെയോ വലിയ, ഇവിടെ എത്തുമ്പോൾ നമ്മൾ വേറെ തന്നെ ഒരു ഭയങ്കര ഇതായിട്ട്. എന്താണ് സംഭവിക്കുന്നത്? പ്രവണത ഉള്ളിലുണ്ട്, നമ്മളെ ഉള്ളിൽ സാധനം ഉണ്ട്. നമ്മൾ സമൂഹത്തിനനുസരിച്ചുകൊണ്ട് അത് പുറത്തു വരികയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുട്ടികളിൽ പലതരം കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതെന്തല്ല, പുതുതായിട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടായതല്ല. അതെന്താണ്, സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ടെൻഡൻസിയാണ്. അത് സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് എന്താണ് പുറത്തു വരികയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾ പെൺകുട്ടികളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഇപ്പൊ കുറേ ഉള്ള കംപ്ലൈൻ്റ് ആണ് പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളത്. കുറേ കഴിഞ്ഞിട്ട് മതി, പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പെൺകുട്ടികൾ വിവാഹത്തിനോടുള്ള ഈ സമീപനം എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? പണ്ട് കാലത്തും ഒരു പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നെങ്കിൽ അവർ അന്നേരവും പറയായിരുന്നു ഏതോ ഒരു പുരുഷന്റെ കൂടെ, ഏതോ ഒരു അപരിചിതനായ പുരുഷന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഘട്ടത്തെക്കുറിച്ച് അവർക്കൊരു ചോയ്സ് കൊടുത്തിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ എന്ത്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി. അവരന്ന് പറയാതിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ അർത്ഥത്തിൽ അവർ പലതും ത്യജിച്ചിട്ട് അതിന് സമ്മതിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അതേ പ്രവണത അവർ തുറന്നു പറയുന്നു എന്നേ ഉള്ളൂ. ആണുങ്ങൾക്ക് കല്യാണം എന്ന് പറയുന്നത് കുറെ കൂടെ സിമ്പിളാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏതോ ഒരു അപരിചിതനായ ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഇതാണ്. അത് പണ്ടും ആ പ്രവണത എന്തുണ്ട്, അവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ടത് നല്ലതും മോശവുമായിട്ടുള്ള ഇത്തരം പ്രവണതകളെ വേറെയാണ് എന്ത് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത് എന്നുള്ള. എല്ലാത്തിനെയും നമ്മൾ മോശമായി പരിഗണിക്കാതെ ആ പ്രവണതകളിൽ നല്ലതിനെ നല്ലതായിട്ടും മോശത്തിനെ എന്ത് ചെയ്യേണ്ടത് മോശവുമായിട്ടും പിന്നെ നമ്മളതിനെ ഗൈഡ് ചെയ്യാണ് വേണ്ടത് എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ടത്. ഇതാണ് മൂന്നാമത് നമുക്കുണ്ടാവേണ്ട തിരിച്ചറിവ്. നാലാമത്, ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാവേണ്ട തിരിച്ചറിവ് പല വിഷയങ്ങളിലും കുട്ടികൾക്ക് നമ്മളെക്കാൾ അറിയാം എന്നുള്ളതാണ്. ഇത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാത്ത, നമ്മളെ ഈഗോ കാരണം സമ്മതിച്ചു കൊടുക്കാത്ത ഒരു വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഹൈലി കണക്റ്റഡ് ആണ്. പല വിഷയങ്ങളിലും അവർക്ക് നമ്മളെക്കാൾ അറിയാം. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ വിഷയത്തിൽ നമ്മളെക്കാൾ അറിയുന്ന ആ വിഷയത്തിൽ അവരെ റെസ്പെക്ട് ചെയ്യാണ് വേണ്ടത്, അവരുടെ വിഷയം കേൾക്കുകയാണ് വേണ്ടത്. അള്ളാഹു ഖുർആനിൽ പറയുന്നത് കൂടിയാലോചിക്കാനാണ് പറയുന്നത് കുടുംബത്തിനോട്. അവർക്ക് അറിവുള്ള വിഷയത്തിൽ അവർക്ക് സമ്മതിച്ചു കൊടുക്കുമ്പോഴേ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇന്നത് തെറ്റാണ് എന്നുള്ളത്. എന്നിട്ട് ഒരാൾ ഭയങ്കര പൊട്ടത്തരം പറഞ്ഞിട്ട് അവിടുന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അയാളെ കുറിച്ച് എന്താ കരുതുക, നമുക്ക് അയാളോടുള്ള റെസ്പെക്റ്റ് പോവുകയാണ് ചെയ്യുക. കുട്ടികൾക്കും സ്വാഭാവികമായിട്ട് ഇത് തന്നെയാണ് ഫീൽ ചെയ്യേണ്ടത്. പല വിഷയങ്ങളിലും അവർക്ക് നമ്മളെക്കാൾ അറിയുന്ന വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഞാനാണ് ഉപ്പ, ഞാനാണ് ഉമ്മ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ്, അവരെ ഫോഴ്സ് ചെയ്യാണ്. അവർക്കറിയുന്ന വിഷയത്തിൽ അവരെ കേൾക്കുകയും അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴേ നമുക്കറിയുന്ന വിഷയത്തിൽ അവരെന്ത് ചെയ്യുള്ളൂ, തിരിച്ച് നമ്മളെയും കേൾക്കുകയുള്ളൂ എന്നുള്ളത് നമുക്കുണ്ടാവേണ്ടുന്ന തിരിച്ചറിവാണ്. അഞ്ചാമത് നമുക്കുണ്ടാവുന്ന തിരിച്ചറിവ് ചോദ്യങ്ങളെ പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിൽ വരും. ചോദ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്, പേടിക്കരുത്. പ്രത്യേകിച്ച് ഖുർആൻ പഠിക്കുന്ന നമ്മൾ ചോദ്യങ്ങളെ പേടിക്കേണ്ടില്ല. ഞാനിത് പറയാൻ കാരണം ഭയങ്കര പോസിറ്റീവാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ഒരാൾ ചോദ്യം ചോദിച്ചിട്ട് അയാൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയാൽ അയാൾ അത്ര നല്ല വിശ്വാസിയെ പിന്നെ കാണാൻ കഴിയില്ല. നമ്മളെയൊക്കെ പ്രശ്നം, നമ്മൾ ചോദ്യം ചോദിക്കാതെയാണ് നമ്മൾ വിശ്വാസികളായത്. അതിൻ്റെ എല്ലാ കുറവും നമ്മളെ സുജൂദിൽ കാണാൻ കഴിയും, അതിൻ്റെ എല്ലാ കുറവും നമ്മുടെ പ്രാർത്ഥനയിൽ കാണാൻ കഴിയും. മക്കൾ ചോദ്യം ചോദിക്കുന്നത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ചോദ്യം ചോദിക്കുന്നത് അവർക്ക് അറിയാനുള്ള ആഗ്രഹമാണ്. അത് വലിയ ചാൻസാണ്.
ആ ചോദ്യത്തിന് അവരുടെ മനസ്സിന് തൃപ്തിയാകുന്ന ഒരു മറുപടി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മളെക്കാൾ വലിയ വിശ്വാസികളായിട്ട് അവർ നാളെ മാറും. അപ്പൊ ചോദ്യങ്ങളെ പേടിക്കേണ്ടതില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടുന്ന തിരിച്ചറിവ്. പ്രത്യേകിച്ച് ഖുർആൻ നിറയെ ചോദ്യങ്ങളാണ്. അള്ളാഹ് ചോദ്യം ചോദിച്ചാണ് തുടങ്ങാൻ പറയുന്നത് എന്നുള്ളതാണ്. ആറാമത് നമുക്ക് ഉണ്ടാവേണ്ടുന്ന തിരിച്ചറിവ്, കൾച്ചറലും ഇസ്ലാമിക്കുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേർതിരിച്ച് കാണണം. നമ്മൾ പലപ്പോഴും മക്കളിൽ അടിച്ചേൽപ്പിക്കുന്നത് ഇസ്ലാമിക നിയമങ്ങളായിരിക്കില്ല, സംസ്കാരം നമ്മളിലൂടെ പറയുന്ന കാര്യങ്ങളായിരിക്കും. അത് രണ്ട് സാധനങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നമ്മൾ കണ്ണൂരാണ് ജീവിക്കുന്നതെങ്കിൽ, തൃശ്ശൂരാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ കുറേ കൾച്ചറുകളുണ്ട്. പെണ്ണിങ്ങനെ ആവണം, കല്യാണം അങ്ങനെ ആവണം, തക്കാരം ഇങ്ങനെ ആവണം, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കുട്ടി ഇങ്ങനെ ആവണം, അങ്ങനെ പോകരുത്, ഇന്ന സ്ഥലത്ത് പഠിക്കരുത്. ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ ഇതിലൊന്നും ഇസ്ലാമിനൊരു റോളില്ല എന്ന് കാണാൻ പറ്റും. ഇസ്ലാമിന്റെ എന്താണോ നിയമം, ആ നിയമം പാലിക്കാൻ മാത്രമേ അർഹതയായിട്ടുള്ളൂ, അവരർഹരായിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യരുത്, ഇസ്ലാമിന്റെ പേരിൽ കൾച്ചർ എന്ത് ചെയ്യരുത്, അവരെ അടിച്ചേൽപ്പിക്കരുത്. അപ്പം നമ്മൾ അടിച്ചേൽപ്പിക്കുമ്പോൾ, നമ്മളൊരു നിയമം അവരോട് പറയുമ്പം കൾച്ചറാണോ നമ്മൾ പറയുന്നത്, ഇസ്ലാമിന്റെ നിയമമാണോ, അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് കുറേ ഫ്ലെക്സിബിലിറ്റി കാണാൻ കഴിയും. ഇസ്ലാമിന്റെ നിയമങ്ങളെ വെച്ചുകൊണ്ട് മാത്രം ആ കുട്ടിനോട് നമ്മളൊരു അതിർവരമ്പ് വരക്കാൻ നിന്നാൽ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിള് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഏഴാമത് നമുക്ക് ഉണ്ടാവേണ്ടുന്ന തിരിച്ചറിവ്, മനുഷ്യൻ തെറ്റ് ചെയ്യുന്നവനാണ്. നമ്മളെക്കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര തെറ്റുകളാണ് ചെയ്യുന്നത്. തെറ്റുകളെ കൈകാര്യം ചെയ്യുമ്പം ഭയങ്കര ഒരു ഹിറ്റ്ലർ ഭാവത്തിൽ ആ തെറ്റോടുകൂടി അവനെ വെടിവെച്ച് കൊല്ലുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മളോടൊരു കാര്യം പറയാൻ പേടിക്കും. തെറ്റുകൾ സ്വാഭാവികമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. തെറ്റിനെ തൗബയുടെ ആയത്തുകൾ അള്ളാഹു നിറച്ചു വെക്കുന്നത് തെറ്റിന് ശേഷമാണ്. തെറ്റ് മനുഷ്യപരമാണ്. തെറ്റിനെ വളരെ അള്ളാഹു കൈകാര്യം ചെയ്യുന്നത് പോലെ, റഫത്ത് അള്ളാഹു കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യുകയും തിരിച്ചു വരാനുള്ള ഒരു പ്രചോദനം അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് നാം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത്രയാണ് തിരിച്ചറിവുകൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഒരു സവിശേഷത പറഞ്ഞു, നമുക്ക് ഉണ്ടാവേണ്ടുന്ന തിരിച്ചറിവ് പറഞ്ഞു. ഇനി നമ്മൾ പാരന്റിങ് ചെയ്യുമ്പം, നമ്മളൊരു രക്ഷിതാവ് എന്ന അർത്ഥത്തിൽ കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട, നമുക്ക് സ്വീകരിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന്, ഇതാണ് കൃത്യമായ പാരന്റിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരന്റിങ് സ്റ്റൈൽ ലോകത്ത് ഇല്ല. പലതരം പാരന്റിങ് സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, അതോറിറ്റേറിയൻ ആയിട്ടുള്ള പാരന്റിങ് സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് തന്നെ നമ്മളെ ഉപ്പമാരെ കുറിച്ച് ആലോചിച്ചാൽ, നമ്മളെ കുറിച്ച് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അടിച്ചൊരു ഏകാധിപതിയെ പോലെ, ഇത് തെറ്റോ ശരിയോ അല്ല, ഞാൻ പറയുന്ന ഒന്നും എന്തല്ല, തെറ്റോ ശരിയോ അല്ല, അതോറിറ്റേറിയൻ ആയിട്ടുള്ള പാരന്റിങ്. രണ്ടാമത് പെർമിസീവ് ആയിട്ടുള്ള പാരന്റിങ് ഉണ്ട്. പെർമിസീവ് ആയിട്ടുള്ള പാരന്റിങ് എന്ന് പറഞ്ഞാൽ എല്ലാം സമ്മതിച്ചു കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോട്ടെ ഇത് എല്ലാം സമ്മതിച്ചു കൊടുക്കുക, ഇതും തെറ്റും ശരിയുമല്ല. ഇതൊരു സ്റ്റൈൽ ഓഫ് പാരന്റിങ് ആണ്. മൂന്നാമത്തെ പാരന്റിങ് അൺഇൻവോൾവ് ആയിട്ടുള്ള പാരന്റിങ് ആണ്. നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ, എൻ്റെ വിഷയമല്ല. പലപ്പോഴും ഉപ്പമാർക്കാണ് ഈ സാധനം അധികം ഉണ്ടാവുക. അൺഇൻവോൾവ് ആയിട്ടുള്ള പാരന്റിങ്, നമ്മളെ വിഷയമേ അല്ല, ഉമ്മമാരത് കൈകാര്യം ചെയ്തോളൂ എന്നുള്ളത്. ഞാൻ പറയുന്നത് ഇതിലൊന്നും തെറ്റോ ശരിയോ ആയിട്ടുള്ള പാരന്റിങ് അല്ല. നമുക്ക് ഉണ്ടാവേണ്ടത് സിറ്റുവേഷണൽ പാരന്റിങ് ആണ്. സിറ്റുവേഷണൽ പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ സാഹചര്യത്തിലും ചില നമ്മളും നമ്മുടെ കുട്ടിയും തമ്മിലുള്ള ബന്ധം അനുസരിച്ചുകൊണ്ട് ഇതിലേത് വേണമെങ്കിലും പല സാഹചര്യത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് റൂൾസ് പറയുന്നത് ഇഷ്ടമാണ്, ദേഷ്യം പിടിക്കുന്നത് ഇഷ്ടമാണ്. ദേഷ്യം പിടിച്ചിട്ട് നന്നായ കുറേ കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ദേഷ്യം പിടിച്ചിട്ട് മോശമായ കുട്ടികളെയും കാണാൻ പറ്റും. കാരണം എന്താണ്, അവൻ്റെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടാണ്. ചില കുട്ടികൾക്ക് ഉപ്പാന്റെ തണലിൽ ഉപ്പ പറയുന്നത് കേട്ട് കുറച്ച് അടിയൊക്കെ കിട്ടി നന്നായി ആ സംരക്ഷണത്തിൽ വളരാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചൊക്കെ അതോറിറ്റേറിയൻ ആയിട്ടുള്ള പാരന്റിങ് ചെയ്താൽ അവിടെ അപ്ലിക്കബിൾ ആവും. ചില കുട്ടികൾക്ക് കുറച്ചും കൂടി സ്വതന്ത്രമായി വിട്ടു കഴിഞ്ഞാലാണ് അവർ വികസിക്കാൻ അവർക്ക് ഇഷ്ടം. അപ്പോൾ ഓരോ കുട്ടിയുടെയും ക്യാരക്ടർ അനുസരിച്ച് നമ്മളും അവരും തമ്മിലുള്ള റിലേഷൻ അനുസരിച്ചുകൊണ്ട് നമുക്ക് ഏകാധിപതിയാകാം, നമുക്ക് പെർമിസീവ് ആകാം, നമുക്ക് അൺഇൻവോൾഡും ആകാം. ഇതൊന്നും എന്തല്ല, തെറ്റോ ശരിയോ അല്ല. അത് നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ ആദ്യം കുട്ടിനെ അറിയണം, നമ്മളറിയണം, ആ സിറ്റുവേഷൻ അറിയണം. ഈ മൂന്നും അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ എന്താണോ നമുക്ക് കഴിയാവുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഒരു 3 കുട്ടികളുള്ള ഒരു കുടുംബത്തിൽ നിങ്ങൾ ആലോചിച്ചാൽ 3 കുട്ടികളും 3 തരത്തിലായിരിക്കും. ചില കുട്ടികളെ അടിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ചില കുട്ടികളെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നത്തോട് പ്രശ്നമായിരിക്കും.
അപ്പൊ ഇതനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റൈലല്ല നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ ജിഹാദാണ് ഏറ്റവും ഭയങ്കര സംഭവം എന്ന് പറയും. ചില ഹദീസുകളിൽ ഉമ്മാനെ നോക്കുന്നതാണ് ജിഹാദിനേക്കാൾ ഭയങ്കരം എന്ന് പറയും. ഇത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള പ്രസ്താവനയല്ല. ആരാണോ പ്രവാചകന്റെ മുന്നിൽ വരുന്നത് അയാൾക്കനുസരിച്ചുകൊണ്ട് പ്രവാചകൻ എന്ത് ചെയ്യാണ്? ഓരോ പോയിന്റ് സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. സിറ്റുവേഷണൽ പാരന്റിങ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്മാർട്ട് പാരന്റിങ് ആണ് ഖുർആൻ പഠിപ്പിക്കുന്ന ഹിക്മത്ത് ഉപയോഗിച്ചുകൊണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയെ പഠിപ്പിക്കുന്ന ടൂൾസിൽ ഒരു ടൂള് ഹിക്മത്താണ്. ഹിക്മത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഈ സിറ്റുവേഷണൽ പാരന്റിങ്ങിന്റെ ഭാഗമാണ്. ഇതാണ് ഒന്നാമത് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത്. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടികൾ ഹൈലി കണക്റ്റഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. അതിന് നമ്മൾ ചെയ്യേണ്ടത് പ്രസന്റും എൻഗേജ്ഡും ആകുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധപൂർവം നമ്മൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടില്ലെങ്കിൽ നമുക്ക് അവരെ കിട്ടൂല. കാരണം നമ്മൾ ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഉത്തരം കിട്ടുന്ന സ്ഥലത്തേക്ക് അവർ പോകും. നമ്മൾ സ്നേഹം കൊടുത്തിട്ടില്ലെങ്കിൽ സ്നേഹം കിട്ടുന്നിടത്തേക്ക് പോകും. നമുക്കവർ നന്നാവണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പ്രസന്റ് ആയിരിക്കണം, എൻഗേജ്ഡ് ആയിരിക്കണം. അവരുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് നമ്മളെ ഫീൽ ചെയ്യണം. എന്ന് വെച്ചാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നതിനെ കുറിച്ചല്ല, ഒരു ഫ്രണ്ടായിട്ട് അവരെ കൂടെ അവർക്ക് ഉത്തരം കൊടുക്കാൻ, അവർക്ക് ചോദിക്കാൻ തോന്നുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ജീവിതത്തിൽ എൻഗേജ്ഡ് ആണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹൈലി കണക്റ്റഡ് ആകുന്നത് പോലെ തന്നെ നമ്മളും എന്താണ്? ഹൈലി കണക്റ്റഡ് ആണ്. നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. നമ്മളും ഫോണിലാണ്, നമ്മളും സോഷ്യൽ മീഡിയയിലാണ്. നമുക്കും അവരുമായിട്ട് കണക്ട് ചെയ്യാൻ സമയമില്ല. പിന്നെ നമ്മൾ ഇതൊക്കെ ബേജാറായിട്ട് നമുക്കിതൊന്നും നന്നാവുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് എന്തില്ല? കാര്യമില്ല എന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ നമുക്കുള്ള തെറ്റിദ്ധാരണയാണ്, പ്രത്യേകിച്ച് മുസ്ലിം പാരൻസിനുള്ള തെറ്റിദ്ധാരണയാണ്, ഒരു കുട്ടി നല്ല മുസ്ലിം ആകുക എന്നുള്ളതിൻ്റെ 100% ഉത്തരവാദിത്തം മദ്രസക്കും ഉസ്താദിനുമാണ് എന്നാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. മദ്രസ എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്. ഒരു കുട്ടിക്ക് ഇസ്ലാം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വീട്ടിലാണ്. നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും അവർ വായിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും, നിങ്ങളുടെ നമസ്കാരത്തിൽ നിന്നും, നിങ്ങളുടെ സാമ്പത്തിക ഇടപാടിൽ നിന്നും അവർ ഇസ്ലാമിനെ പഠിക്കുന്നുണ്ട്. മദ്രസയിൽ നിന്ന് അവർ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് പഠിക്കുന്നത്. നമ്മുടെ തെറ്റിദ്ധാരണ ഉസ്താദിനാണ്, മദ്രസക്കാണ്. നമ്മൾ അത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ നല്ല കുട്ടിയായി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അള്ളാഹുവിനെ നമ്മൾക്ക് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്ര സുന്ദരമായിട്ട് ലോകത്ത് ഒരു ഉസ്താദിനും ഒരു കുട്ടിക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. നമ്മുടേതായ ഉപ്പ ഭാഷയിൽ, നമ്മുടേതായ ഉമ്മ ഭാഷയിൽ അവർക്ക് നമ്മൾ അള്ളാഹിനെ പറഞ്ഞു കൊടുക്കണം, അള്ളാഹിന്റെ സ്നേഹം പറഞ്ഞു കൊടുക്കണം, നിസ്കാരം പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കണം എന്ത് ചെയ്യണം? നമുക്കത് അറിയണം. ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്കത് അറിയണം, നമുക്കതിനുള്ള താല്പര്യം വേണം, നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകണം. അപ്പം എൻഗേജ് ആകുക എന്നതിൻ്റെ അർത്ഥം ഒരു കുട്ടിക്ക് ഇസ്ലാമിനെ മനസ്സിലാകുന്നതിൻ്റെ ഏറ്റവും പ്രഥമ സ്രോതസ് പിന്നെ ഉപ്പയും ഉമ്മയും ആകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇസ്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ സ്വാഭാവിക ഡിസ്കഷനുകളിൽ വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എപ്പോഴാണ് അവസാനമായിട്ട് നമ്മൾ വളരെ ലളിതമായി സൗഹൃദത്തോടു കൂടി അള്ളാഹിനെ കുറിച്ച് നമ്മളെ മക്കളോട് സംസാരിച്ചത്? എപ്പോഴെങ്കിലും നമ്മൾ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം അള്ളാഹിനെ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെപ്പം അള്ളാഹിനെ കുറിച്ച് സംസാരിക്കാൻ നിൽക്കുമ്പോഴും വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുക. അള്ളാഹ് നിന്നെ നോക്കുന്നുണ്ട്, അള്ളാഹ് ശിക്ഷിക്കും, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കോ, എല്ലാത്തിനും ഒരു സീരിയസ് ടോണാണ്. നമ്മുടെ സംസാരത്തിന്റെ സ്വാഭാവികതയിൽ, നമ്മുടെ കുടുംബത്തിന്റെ വളരെ സൗഹൃദ നിമിഷങ്ങളിൽ, നമ്മൾ ഔട്ടിങ്ങിന് പോകുമ്പം, നമ്മൾ അവരുമായിട്ട് നടക്കുമ്പം സ്വാഭാവികതയിൽ ബോധം, ഇതിനെന്ത് സംഭവിക്കണം വെച്ചാൽ ഞാൻ നാളെ ഇന്ന വിഷയം അവന് പറഞ്ഞു കൊടുക്കും എന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ തയ്യാറായിട്ട് നിൽക്കണം. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ബോധപൂർവമായിട്ടുള്ള പാരന്റിങ് ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനോട് ഒന്നിച്ച് ആലോചിക്കേണ്ട ഒരു വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കുക. എപ്പോഴാണ് അവസാനമായിട്ട് നമ്മൾ വീട്ടിൽ നിന്നും ഒച്ചത്തിൽ ഖുർആൻ ഓതിയിട്ടുള്ളത്? ഒരു ഉപ്പ ഒച്ചത്തിൽ ഖുർആൻ ഓതിയത് എപ്പോഴാണ്? പണ്ടേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സംസ്കാരമാണ്. നമുക്കില്ലാത്ത ഒരു വലുപ്പവും കുട്ടികൾക്ക് ഖുർആനോടും ഇസ്ലാമിനോടും തോന്നൂല. നമുക്കില്ലാത്ത ഒരു ഇഷ്ടവും കുട്ടികൾക്ക് ഖുർആനോടും ഇസ്ലാമിനോടും തോന്നൂല. ഉപ്പാക്ക് ഇത് ഭയങ്കര സംഭവമാണ്. നമ്മൾ വിചാരിക്കും ഇതൊന്നും നോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. നിങ്ങൾ മഗ്‌രിബിന് വീട്ടിലിരുന്നിട്ട് ഒച്ചത്തിൽ ഖുർആൻ ഓതി വെക്കുക, കുട്ടികൾ നമ്മളെ നോക്കുന്നൊന്നും ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ടാവും. പക്ഷെ അവരെ മനസ്സിലൊരു പോയിന്റ് ക്ലിയർ ആയിരിക്കും.
ഉപ്പാക്ക് ഖുർആൻ എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തോടു കൂടി ഓതുന്ന ഒരു വിഷയമാണ് എന്ന് അവൻ്റെ മനസ്സിൽ കോറിയിടും. എപ്പോഴാണ് നമ്മൾ ഒച്ചത്തിൽ ഖുർആനും കുട്ടികളെ മുന്നിൽ ഓതിയിട്ടുള്ളത് എന്നാലോചിച്ച് നോക്കുക. അപ്പം നമുക്കില്ലാത്ത വലുപ്പം നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാകണം എന്ന് നമ്മൾ കരുതുന്നത് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ അടുത്ത് എന്ത് ചെയ്യൂല, അത് സംഭവിക്കുകയില്ല എന്ന് കാണാൻ കഴിയും എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ലോജിക്കൽ ആൻസറുകൾ തേടുന്ന ഒരു കാലഘട്ടമാണ്, റാഷണൽ ആയിട്ടുള്ള യുക്തിപൂർവം. എന്തിനാണ് ഞാൻ നമസ്കരിക്കുന്നത് എന്നൊരു മോന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാനൊരു ഉത്തരമുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. എന്തിനാണ് ഞാൻ നമസ്കരിക്കുന്നത്, എന്തിനാണ് ഞാൻ നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പണ്ഡിതനൊന്നും വേണ്ട, ഒന്ന് ആലോചിച്ചാൽ നമ്മുടേതായ ഒരു ഭാഷ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അത് നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതവൻ്റെ മനസ്സിൽ ആഴത്തിലിരിക്കുന്നത് പോലെ പിന്നെ നമ്മൾ റോൾ മോഡൽസ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആലോചിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, ഒരു കംപ്ലീറ്റ് നോ അപ്രോച്ച് എന്നുള്ളത് നമ്മൾ നിർത്തേണ്ട കാലം കുറേ മുന്നേ കഴിഞ്ഞുപോയി. എല്ലാത്തിനും നോ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മതത്തെക്കുറിച്ച് ആലോചിക്കുന്നത്, മതം എന്ന് പറയുന്നത് നോ പറയാനുള്ളതാണ് എന്നുള്ളതാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. എപ്പോഴാണ് നമ്മൾ ഇത് ചെയ്യണം എന്ന് മതത്തിനെ കുറിച്ച് പറഞ്ഞത്? ഇത് ചെയ്യണം എന്ന് അവന് കേൾക്കുന്നത് ഭൗതികമായിട്ടാണ്. എന്ന് വെച്ചാൽ നിനക്ക് വേണമെങ്കിൽ ഇന്നത് ചെയ്യാം എന്ന് പറയുന്നത് അവൻ ഇസ്ലാമായിട്ടല്ല കണക്ട് ചെയ്യുന്നത്. ഇസ്ലാം നിനക്കിത് അനുവദിച്ചിട്ടുണ്ട്, നീ ഇത് ചെയ്തോളൂ എന്നെപ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ ഹറാമിനേക്കാൾ ഹലാലാണ് കൂടുതൽ എന്ന് മാത്രമല്ല, അള്ളാഹു മനുഷ്യന് ആദം നബി അലൈഹി ഇസ്ലാമിന് കൊടുക്കുന്ന ആദ്യത്തെ ഉപദേശം എന്ന് പറയുന്നത് എല്ലാം ചെയ്തോളൂ എന്നുള്ളതാണ്. എന്നിട്ടാണ് ഇന്നത് ചെയ്യരുത് എന്ന് പറയുന്നത്. സൂറ ബഖറയില് വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര സുന്ദരമായ വർത്താനാണ്. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ. നമ്മൾ എപ്പോഴെങ്കിലും കുട്ടികളോട് പറഞ്ഞു നിനക്ക് ഇതൊക്കെ ചെയ്തോളൂ, എന്നിട്ടാണ് പറയുന്നത് വലാ തഖ്റബ ഹാദിഹി ഷജറ, ഈ മരത്തെ നീ എന്ത് ചെയ്യരുത്, ഇതാകരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ യെസ്സുകളുടെ കൂട്ടത്തിലാണ് ഒരു നോ പറയേണ്ടത്. കുറെ യെസ്സുകൾ പറയുമ്പോൾ ഒരു സ്നേഹം അവിടെ ഉണ്ടാവും, ഒരു നനവ് അവിടെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു നോ പറയുമ്പം അത് ഭയങ്കര സുന്ദരമായിട്ട് മനസ്സിൽ കേൾക്കും. നോ മാത്രം പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെക്കുറിച്ച് കുട്ടികൾക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമാണ്, നമുക്കും ഉണ്ടാകുന്നതാണ്. അപ്പൊ കംപ്ലീറ്റ് നോ അപ്രോച്ച് എന്നുള്ളത് ഒരു കോട്ടുള്ളത്, ബാഡ് റൂൾസ് ഗുഡ് റൂൾസിനുള്ള റെസ്പെക്റ്റ് കൂടി കളയും എന്നാണ്. നിങ്ങൾ കുറേ മോശം നിയമങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന നല്ല നിയമത്തിനോടുള്ള ബഹുമാനം പോലും അതെന്ത് ചെയ്യും, കളയും എന്നുള്ളത്. അപ്പം ഹൈസു ഷിഅ്തുമാ വലാ തഖ്റബ ഹാദിഹിഷ, അള്ളാന്റെ അതേ പോളിസിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതെല്ലാം ചെയ്തോളൂ, എന്നിട്ട് ഇത് മാത്രം ചെയ്യരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാത്തിനെയും ഇങ്ങനെ ആലോചിച്ച് നോക്കുക, എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കൊരു നോ പറയണമെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഇന്നടുത്ത് പോകരുത് എന്ന് പറയണമെങ്കിൽ കുറേ അവന് ചെയ്യാൻ കഴിയുന്നത് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇത് പറഞ്ഞു നോക്കുക, അതിനൊരു സൗന്ദര്യം ഉണ്ടാവും, അത് കേൾക്കാൻ ഇതുണ്ടാവും. അപ്പൊ എതിർക്കൽ മാനസികാവസ്ഥ എന്ത് ചെയ്യുക, നമ്മൾ നിർത്തുക എന്നുള്ളതാണ്. ഇത് നമുക്ക് വരാനുള്ള വേറൊരു കാരണം, നമ്മൾ വിചാരിക്കുന്നത് ഇസ്ലാം ഈ ലോകത്തിലെ എല്ലാത്തിനെയും എതിർക്കാൻ വന്നതാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ഇസ്ലാമാണ് പ്രകൃത മതം എന്ന് വെച്ചാൽ ഇസ്ലാമാണ് അള്ളാഹുവിൻ്റെതാണ് ലോകം, അള്ളാഹുവിൻ്റെ മതമാണ് ഇസ്ലാം, ബാക്കിയെല്ലാം ഇതിൽ നിന്നുള്ള ഡൈവേർഷനാണ് എന്ന് മനസ്സിലാക്കുമ്പം കുറെ കൂടെ എന്ത് ചെയ്യും, നമുക്ക് കോൺഫിഡൻസ് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ മക്കളെ എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ലോകത്തിൽ നിന്ന് തടഞ്ഞു നിർത്താൻ കഴിയില്ല. മക്കളെ കംപ്ലീറ്റ്ലി നമുക്ക് ലോകത്ത് നിന്ന് തടഞ്ഞു നിർത്താൻ കഴിയില്ല. നമുക്ക് എന്ത് മാത്രമേ ആകാൻ കഴിയുള്ളൂ, അവർക്ക് നല്ലൊരു ഗൈഡ് ആകാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് കാണാൻ കഴിയും. ഇതില് മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് നോ അപ്രോച്ച് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ നിർത്തുക എന്നുള്ളതാണ്. ഇതിൽ ഒരു ഉദാഹരണം, ഈ പെൺകുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി വിവാഹത്തിന് വേണ്ട എന്ന് പറയുന്നതിനെ കുടുംബം എന്ന സംവിധാനത്തോടുള്ള അമർഷയും ഇഷ്ടമില്ലായ്മയും ഒരു അപരിചിതനായ പുരുഷനോട് ജീവിക്കാനുള്ള ഇഷ്ടമില്ലായ്മയും വേർതിരിച്ച് കണ്ടാൽ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറെ കൂടെ എളുപ്പമായിരിക്കും. ഒരു പെൺകുട്ടി വിവാഹത്തിനോട് ഇല്ല എന്ന് പറയുന്നത് കുടുംബം എന്ന സംവിധാനത്തോടുള്ള ഇഷ്ടമില്ലായ്മയാണോ ഒരു പുരുഷനോടുള്ള ഇഷ്ടമില്ലായ്മയാണോ? രണ്ട് സാധനമാണ്.
കുടുംബം എന്ന സംവിധാനം എന്ന് പറയുന്നത് മക്കൾ, സ്നേഹം, പുതിയ ജനറേഷൻ, വയസ്സായ ഉപ്പാനെ ഇതാക്കുക, ഇങ്ങനെ കുറേ സാധനമുള്ള ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. മറ്റതൊരു പുരുഷനോടുള്ള അനിഷ്ടമാണ്. ഇത് രണ്ടിനെയും വേർതിരിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ആ നോ അപ്രോച്ചിങ്ങിലേക്ക് പോകേണ്ടതില്ല. അതിനെ വേർതിരിച്ച് കണ്ടിട്ട് കുടുംബം എന്ന സംവിധാനത്തിന്റെ ലോജിക്ക് മനസ്സിലാക്കിയാൽ കൊടുത്താൽ തന്നെ മറ്റതിനോടുള്ള എതിർപ്പ് എന്ത് ചെയ്യും, അതിന്റെ ഭാഗമായിട്ട് മാറും എന്ന് കാണാൻ പറ്റും. നാലാമത് നമുക്ക് പാരന്റിങ്ങിൽ വേണ്ടത് ഖുർആൻ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഖുർആൻ സൂറ താഹയില് പിന്നെ മാതാപിതാക്കളോട് പറയുന്നത് വഅ്മുർ അഹ്ലക ബിസ്വലാത്ത്, നിങ്ങൾ എന്ത് ചെയ്യണം, നമസ്കാരത്തെക്കുറിച്ച് നിങ്ങളുടെ കുടുംബത്തിനോട് പറയണം. വസ്തബിർ അലൈഹ എന്നാണ് അടുത്ത പ്രയോഗം. എന്നിട്ട് നിങ്ങൾ അതിൽ ക്ഷമിക്കണം എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, കുടുംബത്തിന് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. വസ്തബിർ അലൈഹ, എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ ക്ഷമിക്കണം. ക്ഷമയില്ലാത്തൊരു പരിപാടിക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, പാരന്റിങ്ങിന് നിൽക്കരുത്. ഈ പരിപാടി നടക്കൂല. ക്ഷമയില്ലെങ്കിൽ സംഭവിക്കുക എന്താണ്, ക്ഷമയില്ലെങ്കിൽ സമ്മതിക്കുക, നമ്മൾ ലെക്ചർ കൊടുക്കുകയാണ് ചെയ്യുക. വളരെ ഡ്രൈ ലെക്ചർ ആയിരിക്കും, വെറുപ്പിക്കൽ ലെക്ചറായിട്ട് അത് മാറും. ക്ഷമയോടുകൂടി അതിനെ അവന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ള ശ്രമം. അപ്പം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിസ്കരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നടക്കുന്ന സംഭവമായിരിക്കില്ല. ചിലപ്പോൾ ഒരാഴ്ചയും 2 ആഴ്ചയും കൊണ്ടുള്ള ഒരു പ്രോസസ്സ് കൊണ്ടായിരിക്കും മാത്രമായിരിക്കും എന്ത് ചെയ്യുള്ളൂ, അത് സംഭവിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നാലാമത്തത് അതാണ്. അഞ്ചാമത്, ഇത് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ പാരന്റിങ് ചെയ്യേണ്ടത് കുട്ടികളിലുള്ള കോൺഫിഡൻസിൽ നിന്നുകൊണ്ടാണ്, അവരിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്നുകൊണ്ടല്ല. നമ്മൾ വിചാരിക്കരുത് എന്ത്, സ്വർഗത്തെക്കുറിച്ചൊന്നും പറഞ്ഞാൽ ഇവന് മനസ്സിലാവില്ല, ഇവന് അങ്ങനെ നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവും, അള്ളാന്റെ സ്നേഹം എന്നൊന്നും പറഞ്ഞാൽ ഇവന് മനസ്സിലാവില്ല എന്നൊരു കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, കുട്ടികളെ കാണരുത്, കുട്ടികളെ എന്ത് ചെയ്യരുത്, ഉപദേശിക്കരുത്. കുട്ടികൾ അവർക്കത് മനസ്സിലാകും എന്നുള്ളൊരു കോൺഫിഡൻസിൽ നിന്ന് കൊണ്ടായിരിക്കണം. എന്ത് ഇത് പിന്നെ ഞാൻ ഈ അടുത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് ചെയ്തിരുന്നു. പിന്നെ 12ാം ക്ലാസ് 11-12 ക്ലാസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ അവസാനത്തിൽ ഒരു പെൺകുട്ടി പറഞ്ഞത്, എനിക്ക് സ്വർഗത്തെക്കുറിച്ച് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ക്ലിയർ ആയി കിട്ടി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരാലോചിക്കുന്ന ലെവൽ എത്രയാണ്. നമുക്കെപ്പോഴാണ് സ്വർഗത്തെക്കുറിച്ച് അവസാനമായിട്ട് സംശയം വന്നത് എന്നാലോചിച്ച് നോക്കാം. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാവും. കുട്ടികൾക്ക് നിങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാന്റെ കതിർ അല്ലെങ്കിൽ അള്ളാന്റെ സ്നേഹം, അള്ളാന്റെ സ്വർഗം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുമെന്ന കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് നമുക്ക് പാരന്റിങ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. ആറാമത്, ഷഹാദത്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഷഹാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പാരന്റ് ആണെങ്കിൽ അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും, അവർ നിങ്ങളെ കേൾക്കാൻ തയ്യാറാവും. നമ്മൾ പറയുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ, നിങ്ങൾ അതിന് ഏറ്റവും ഉദാഹരണമാണ്, അവർക്ക് നമ്മൾ എന്തെങ്കിലും പ്രോമിസ് ചെയ്യാണ് ഇന്നത് ചെയ്തു കൊടുക്കുമെന്നുള്ളത്. നമ്മൾ 1 പ്രാവശ്യവും 2 പ്രാവശ്യവും 3 പ്രാവശ്യവും ചെയ്യാതിരിക്കുമ്പം നമ്മളെക്കുറിച്ച് തന്നെ അവർക്ക് എന്ത് ചെയ്യാണ്, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരികയാണ്. നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏറ്റവും അവസാനമായിട്ട്, പാരന്റിങ്ങിന്റെ ഏറ്റവും ബേസിക് വികാരം എന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മൾ കുറേ താത്വികമായിട്ടും കുറേ ലോജിക്കലായിട്ട് പറഞ്ഞാലും ഏറ്റവും അവസാനം ഒരു കുട്ടിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് നമ്മളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ കുറേ പോയി കഴിഞ്ഞാലും അവസാനം എന്ത് ചെയ്യും, അവർ തിരിച്ചു വരും. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ആലോചിച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അടുത്തേക്ക് കുറേ വളർന്നിട്ടും തിരിച്ചു പോകുന്നത് അവർ തന്ന കുറേ ഉപദേശങ്ങളെക്കാൾ അവരോട് ഫീൽ ചെയ്യുന്ന സ്നേഹമാണ്. അപ്പോൾ സ്നേഹം, ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പം, കുട്ടികൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഈ സ്നേഹം എന്നത് കുറഞ്ഞു പോകും. സ്നേഹം നിറച്ചു കൊടുക്കുകയാണ് വേണ്ടത്. സ്നേഹമാണ് അവരെ ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യുന്നത്. സ്നേഹമാണ് നമ്മളും അവരും തമ്മിലുള്ള. യൂസുഫ് നബി അലൈഹി ഇസ്ലാമും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും വലിയ ഉദാഹരണമാണ്. ആ സ്നേഹമാണ് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത്. അവിടെയാണ് ഏറ്റവും അവസാനവും യൂസുഫ് നബി അലൈഹി സ്വലാം തിരിഞ്ഞ് യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ തന്നെ ഓർക്കുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പൊ സ്നേഹമാണ് പാരന്റിങ്ങിന്റെ ഇതിൻ്റെയൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഒരു അടിസ്ഥാനവും അതിൽ നിറഞ്ഞു നിൽക്കേണ്ടതും എന്നും കൂടി ആണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പിന്നെ കുറച്ച് കാര്യങ്ങളാണ് പാരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. ബാക്കി നമ്മളും കൂടി ആലോചിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ ധാരാളം ചാലഞ്ചുകളുള്ള, വെല്ലുവിളികളുള്ള പിന്നെ ഒരു മേഖലയാണ് പാരന്റിങ് എന്ന് പറയുന്നത്. നമ്മളേതായ ഒരു പാരന്റിങ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് നമ്മളെ അറിയണം, കുട്ടികളെ അറിയണം, ഇസ്ലാമിനെ അറിയണം,
നമ്മൾ തമ്മിലുള്ള സാഹചര്യങ്ങൾ അറിയണം. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമ്മളെ മക്കളെയൊക്കെ നമുക്ക് കൺകുളിർമയുള്ളവരാക്കി മാറ്റി തരുമാറാകട്ടെ. പടച്ചവൻ നമുക്കും മക്കൾക്കും ഇടയിൽ ധാരാളം സ്നേഹം നിറച്ചു തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.